ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അന്തരിച്ചു. അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ്സിലേക്ക് കടക്കാം. ബിബേക് ദെബ്രോയ്. ആരാണ് അന്തരിച്ചത്? ബിബേക് ദെബ്രോയ്. ആരാണ് ബിബേക് ദെബ്രോയ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ചെയർമാനായ വ്യക്തിയാണ് ബിബേക് ദെബ്രോയ്. ആരാണ്? നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ചെയർമാനാണ് ബിബേക് ദെബ്രോയ്. പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിന്റെ ചാൻസലർ കൂടിയായിരുന്നു അദ്ദേഹം. പൂനെയിലെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. അപ്പൊ ചോദ്യം വരാം, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? പൂനെയിലാണ്. അതിന്റെ ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ബിബേക് ദെബ്രോയ്. ബിബേക് ദെബ്രോയ് 2015 മുതൽ 19 വരെ നീതി ആയോഗിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2019 വരെ നീതി ആയോഗിലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിബേക് ദെബ്രോയ്. മേഘാലയയിലെ ഷില്ലോങ്ങിലെ ബംഗാളി കുടുംബത്തിൽ 1955 ജനുവരി 25-നാണ് ബിബേക് ദെബ്രോയ് ജനിച്ചത്. 1955 ജനുവരി 25-നാണ് ബിബേക് ദെബ്രോയ് ജനിച്ചത്. സാഹിത്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് 2015 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി. ബിബേക് ദെബ്രോയ്ക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണ്? 2015-ലാണ്. 2015-ലാണ് ബിബേക് ദെബ്രോയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024-ലെ വാക്ക്. 2024-ലെ വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ്. ഏതാണ് ആ വാക്ക്? ബ്രാറ്റ്. കോളിൻസ് നിഘണ്ടു ആണ് 2024-ലെ വാക്കായി ബ്രാറ്റിനെ തിരഞ്ഞെടുത്തത്. AI എന്നതായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ കോളിൻസിന്റെ വാക്ക്. അപ്പൊ 2023-ലെ കോളിൻസിന്റെ വാക്കായി തിരഞ്ഞെടുത്തത് AI ആണ്. ഇംഗ്ലീഷ് ഗായിക ചാർലി എക്സിന്റെ 2024 ജൂണിൽ പുറത്തിറങ്ങിയ ബ്രാറ്റ് എന്ന ആൽബം ലോകമെമ്പാടും തരംഗം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ബ്രാറ്റ് എന്ന ആ ആൽബത്തിൽ നിന്നാണ് ബ്രാറ്റ് എന്ന വാക്ക് കോളിൻസ് നിഘണ്ടു 2024-ലെ വാക്കായി തിരഞ്ഞെടുത്തത്. ലോകത്തെ ഏറ്റവും ശക്തം ഹ്വാസ്വാങ് 19 പരീക്ഷിച്ച് ഉത്തര കൊറിയ. ഹ്വാസ്വാങ് 19. അപ്പോൾ ഓർക്കുക, ഹ്വാസ്വാങ് 19 ആണ് ഉത്തര കൊറിയ പരീക്ഷിച്ച മിസൈൽ. ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈലാണ് ഹ്വാസ്വാങ് 19. ഇത് വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. ലോകത്തെ ഏറ്റവും ശക്തമായ മിസൈലായ ഹ്വാസ്വാങ് 19 വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയയാണ്. ഓർത്തിരിക്കുക, ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഉണ്ട്. ഇവിടെ ഉത്തര കൊറിയയാണ് ഹ്വാസ്വാങ് 19 വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഹ്വാസ്വാങ് 19. എന്താണ്? ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഹ്വാസ്വാങ് 19. 86 മിനിറ്റ് പറന്ന മിസൈൽ രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് കടലിൽ പതിച്ചു. രാജ്യത്തിന്റെ മിസൈൽ പരീക്ഷണങ്ങൾക്കിടെ ഏറ്റവും ദൂരം സഞ്ചരിച്ച മിസൈലാണത്. അപ്പോൾ ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങൾക്കിടെ ഏറ്റവും ദൂരം സഞ്ചരിച്ച മിസൈലാണ് ഹ്വാസ്വാങ് 19. ഉത്തര കൊറിയൻ ഏകാധിപതിയാണ് കിം ജോങ്. ആരാണ്? കിം ജോങ് ഉൻ. കിം ജോങ് ഉന്നാണ് ഉത്തര കൊറിയയുടെ ഏകാധിപതി. അദ്ദേഹവും മകളും ഈ മിസൈലിന്റെ വിക്ഷേപണം വീക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. US-ലെ ഏതൊരു പ്രദേശത്തെയും ലക്ഷ്യമിടാനുള്ള ശേഷി ഹ്വാസ്വാങ്ങിനുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ്? US-ലെ ഏതൊരു പ്രദേശത്തെ വേണമെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഈ മിസൈൽ, ഹ്വാസ്വാങ് മിസൈൽ വിക്ഷേപിക്കാനാകും എന്നാണ് ഉത്തര കൊറിയ അവകാശപ്പെടുന്നത്. പാലസ്തീൻ രാഷ്ട്ര രൂപീകരണ ചർച്ചകൾക്കായുള്ള ആദ്യ അന്താരാഷ്ട്ര യോഗം നടക്കുന്നത് എവിടെയാണ്? സൗദിയിലാണ്. പാലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന്റെ ചർച്ചകൾക്കായുള്ള ആദ്യ അന്താരാഷ്ട്ര യോഗം നടക്കുന്നത് സൗദിയിലാണ്. അപ്പൊ കഴിഞ്ഞ മാസമാണ് UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി അനാച്ഛാദനം ചെയ്ത ദ്വിരാഷ്ട്ര
പരിഹാരം നടപ്പിലാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം UN ജനറൽ അസംബ്ലിയുടെ ഭാഗമായി അനാച്ഛാദനം ചെയ്ത ദ്വിരാഷ്ട്ര പരിഹാരം ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാനുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നും പിന്നെ എവിടുന്നാണ് യൂറോപ്പിൽ നിന്നുമുള്ള രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു. റിയാദിൽ നടക്കുന്ന ദ്വിദിന യോഗത്തിൽ 90 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും പങ്കെടുക്കും. ഏതൊക്കെയാണ്? 90 രാജ്യങ്ങൾ പങ്കെടുക്കും. പിന്നെന്താണ്? മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുമൊക്കെ പങ്കെടുക്കുമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രി പറഞ്ഞത്. കേരളത്തിലെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനിയാണ് ട്രാസ്ന. ട്രാസ്ന അയർലൻഡ് ബേസ്ഡ് കമ്പനിയാണ് ട്രാസ്ന. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി വരികയാണ്. ഈ കണ്ടക്ടറുടെ നിർമ്മാണ പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? ട്രാസ്നയാണ്. ഇതിന്റെ നിർമ്മാണ കമ്പനി ട്രാസ്ന, അയർലൻഡ് ബേസ്ഡ് കമ്പനിയാണ് ട്രാസ്ന. ടെക്നോ പാർക്കിലാണ് ഈ കമ്പനി ആരംഭിച്ചത്. ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ സിറ്റി, നമ്മുടെ തിരുവനന്തപുരം പള്ളിപ്പുറത്തുള്ള ടെക്നോ സിറ്റിയിലാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. ഓർക്കുക, നമ്മുടെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ മന്ത്രിമാരും വകുപ്പുകളും കൂടി പഠിച്ചു പോവുക. നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. ഇനി അടുത്ത ചില മറ്റ് ആനുകാലിക വാർത്തകൾ നോക്കാം. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആര്? ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഓപ്പൺ എഐയുടെ പുതിയ സെർച്ച് എഞ്ചിനാണ് ചാറ്റ് GPT സെർച്ച്. ഓർക്കുക, ഓപ്പൺ എഐയുടെ പുതിയ സെർച്ച് എഞ്ചിനാണ് ചാറ്റ് GPT സെർച്ച്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ CBDയുടെ 16ാമത്തെ പതിപ്പാണ് കാലി കൊളംബിയ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ 16ാമത്തെ പതിപ്പാണ് കാലി കൊളംബിയ. ഇന്ത്യയുമായി അതിർത്തി തക്കം നിലനിൽക്കുന്ന ലിബു ലേക്ക്, ലിംബിയാധുര, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കിയ രാജ്യമേത്? ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിബു ലേക്ക്, ലിംബിയാധുര, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട്, എത്രയാണ്? 100 രൂപ നോട്ട് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. നേപ്പാൾ. വായുമലിനീകരണം ലോകത്തെ ഏറ്റവും മോശം നഗരം ഏത്? വായുമലിനീകരണത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം നഗരം ഏതാണ്? ഡൽഹിയാണ്. വായുമലിനീകരണത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള നഗരം ഏതാണ്? ഡൽഹി. ഇസ്രാക് ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞൻ. ഇസ്രാക്? ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക്, അതാണ് ഇസ്രാക്. ഇസ്രാക്കിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞനാണ് അനിൽകുമാർ. അനിൽകുമാർ. ഇസ്രാക്ക്? ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് ഇസ്രാക്ക് എന്ന് പറയുന്നത്. ഈ ഇസ്രാക്കിന്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞനാണ് അനിൽകുമാർ. ഹിമാലയത്തിൽ ഗവേഷകർ കണ്ടെത്തിയ പുതിയ പാമ്പ് വർഗത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ലിയോനാർഡോ ഡി കാപ്രിയോ. പേര്? ലിയോനാർഡോ ഡി കാപ്രിയോ എന്നതാണ് ഹിമാലയത്തിൽ പുതുതായി കണ്ടെത്തിയ പാമ്പ് വർഗത്തിന്റെ പേര്. വളരെ നല്ല പേരാണ്. ഹിമാലയത്തിൽ ഗവേഷകർ കണ്ടെത്തിയ പുതിയ പാമ്പ് വർഗത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ലിയോനാർഡോ ഡി കാപ്രിയോ. ഹിമാലയത്തിൽ ഗവേഷകർ കണ്ടെത്തിയ പുതിയ പാമ്പ് വർഗത്തിന് ലിയോനാർഡോ ഡികാപ്രിയോയുടെ പേര് നൽകി. ഇപ്പോൾ നമുക്കറിയാം, ഹിമാലയത്തിൽ പുതിയ ഇനങ്ങളൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങുമ്പോൾ ഒരു സയന്റിഫിക് നെയിം കൊടുക്കും. ഇത്തവണ കണ്ടുപിടിച്ച പാമ്പിന് നൽകിയിരിക്കുന്നത് നമ്മുടെ ഡികാപ്രിയോയുടെ പേരാണ്. ലിയോനാർഡോ ഡികാപ്രിയോയുടെ പേരാണ്. എന്താണ് ആ പേര്?
ആൻഗിക്കുലസ് ഡികാപ്രിയോ. ഇപ്പൊ ഹിമാലയത്തിൽ പുതുതായി കണ്ടെത്തിയ പാമ്പിന്റെ പേരെന്താണ്? ആൻഗിക്കുലസ് ഡികാപ്രിയോ. ആൻഗിക്കുലസ് ഡികാപ്രിയോ എന്നതാണ് പുതുതായി കണ്ടെത്തിയ പാമ്പിന്റെ പേര്. 2024 36ാമത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? എന്താണ്? 2024 36ാമത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അബ്ദുല്ല അബൂബക്കർ. അബ്ദുല്ല അബൂബക്കറിനാണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുല്ല അബൂബക്കർ. എന്തായിരുന്നു? 2024 36ാമത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അബ്ദുല്ല അബൂബക്കറിനാണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുല്ല അബൂബക്കർ. 2023 ഈ പുരസ്കാരം, ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് മുരളി ശ്രീശങ്കറിനായിരുന്നു. ലോങ് ജമ്പ് താരമായ മുരളി ശ്രീശങ്കറിനാണ് 2023 പുരസ്കാരം ലഭിച്ചത്. സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ആഗോള അംഗീകാരമായ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം, UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പൊ എന്താണ്? സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ആഗോള അംഗീകാരമായ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരാണ്? ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം മേയർ. അപ്പൊ ഓർക്കുക, സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ആഗോള അംഗീകാരമായ UN ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മുടെ ആരാണ് എന്താണ് സെഗ്മെന്റിലോട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മണ്ണുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഏതായിരുന്നു ആ മണ്ണ്? കറുത്ത മണ്ണ്. ഏതായിരുന്നു? കറുത്ത മണ്ണിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തേത്. എന്താണെന്ന് നോക്കാം. മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണിത്. എന്താണ്? മദ്രാസ് പ്രവിശ്യയുമായി ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണിത്. ഇത് സ്ഥാപിച്ചത് 1884 1884 ഇത് സ്ഥാപിച്ചത്. M വീരരാഘവാചാര്യാണ് ഈ സംഘടന രൂപീകരിച്ചത്. ആരാണ്? M വീരരാഘവാചാര്യാണ് ഈ സംഘടന രൂപീകരിച്ചത്. 1884 സ്ഥാപിതമായത്. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് P രംഗയ്യ നായിഡു. ആരാണ്? P രംഗയ്യ നായിഡു ആണ് ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ സെക്രട്ടറി R ബാലാജി റാവു ആണ്. അപ്പോ ആദ്യത്തെ പ്രസിഡന്റ് P രംഗയ്യ നായിഡു, ആദ്യ സെക്രട്ടറി R ബാലാജി റാവു. ആരാണ്? എന്താണ് ഈ സംഘടനയെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്